re re ga ma ga re sa re re ga. To never give up, to never back down. You get through the storm, even the nights the darkest before the dawn. Live your life, live your dream. It's the sound of soul in me, in me. Live your life, live your dream. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? അപ്പോൾ നമ്മളങ്ങനെ ഫൈനൽ ലാപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു 4 മാസം കൂടി ഇങ്ങനെ ഇൻഷാല്ലാ നീറ്റ് എക്സാമുമായി. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നു നോക്കി. അപ്പോൾ ഞാനും കുറച്ചൊരു ബ്രേക്ക് എടുത്തൊക്കെ ആയിരുന്നു. അതാണ് ഇത്രയും ലേറ്റ് ആയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് പെൻഡിങ് തീർക്കാനൊക്കെ ഇപ്പോഴും തീർത്തിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും BTSൻ്റെ മുന്നേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റൗണ്ട് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. എല്ലാവരും പഠിത്തമൊക്കെ ഉഷാറായി പോകണില്ലേ? ഞാൻ രാവിലെ എണീറ്റ് എന്നും, അതായത് പ്രെയർ ഇതൊക്കെ കഴിഞ്ഞാൽ ആദ്യം വരിക ഈ എന്താ പറയുക ഇനോർഗാനിക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദിവസം ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകും. കാരണം എനിക്ക് ഇങ്ങനെ ഈ കാണാപ്പാഠം പഠിക്കേണ്ട, അതായത് ഈ ഓർഡറൊക്കെ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച സാധനം മറന്നിട്ട് ഇങ്ങനെ കളയണ്ടല്ലോ. അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്താൽ പിന്നെ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയാൽ മതി. ഇത് ഞാനൊരു ബാരലി ഒരു 10 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. അതായത് ജസ്റ്റ് ഓർഡറൊക്കെ ഒന്ന് അങ്ങോട്ട് മറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചിങ്ങോട്ട് ഓടിച്ചു പോകാമെന്ന്. എന്നിട്ട് പിന്നെ അപ്പുറത്തെ പേജ് വായിക്കുമ്പോൾ മറന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെയും പഴയ പേജ് നോക്കിയിട്ട് അങ്ങനെ ഒരു ദിവസം ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ റിവൈസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം മറക്കില്ല. നമ്മൾ പിന്നെ എന്തിനാണ് വെറുതെ അത്രയും ടൈം കൊടുത്ത് ഓരോന്നും പഠിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ അതിലും ഭേദം ഒത്തിരി 10 മിനിറ്റിനുണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റും. എന്നിട്ട് സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അതായത് ബോയിലിംഗ് പോയിൻ്റ് ഓർഡർ ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഓർഗാനിക് കൊടുക്കും. ഇത് രണ്ടും ഞാൻ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ മറക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഓർഗാനിക് ആദ്യം മുതലേ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയാൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനെന്തായാലും മെനക്കെടാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ റിവൈസ് ചെയ്ത്, അതായത് ഞാൻ P ബ്ലോക്ക് ഒരു 5-6 മിനിറ്റും പിന്നെ ഒരു ബാക്കി മിനിറ്റ്, അതായത് അരമണിക്കൂറിൽ ബാക്കി സമയം ഓർഗാനിക്കിനും കൊടുത്ത് റിവൈസ് ചെയ്യും. ഓർഗാനിക് ഏതാണോ ടോപ്പിക്ക് നോക്കണം അത് വൃത്തിക്ക് നോക്കും. അതിൻ്റെ മുന്നുള്ള ടോപ്പിക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർഡർ മാത്രം നോക്കും. ഇങ്ങനെ എന്തെങ്കിലും റെഫറൻസ് അങ്ങനത്തെ ഓർഡർ ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കും. പിന്നെ അധികം ഞാൻ അടുത്തത് ബയോ എടുക്കുക. ഒരു ചാപ്റ്റർ ബയോ റിവൈസ് ചെയ്യാൻ എടുക്കും. പിന്നെ ഒരു ചാപ്റ്റർ എന്താ പറയുക വൃത്തിക്ക് പഠിക്കാനും എടുക്കും. അങ്ങനെ എടുക്കൽ. അതായത് വീക്ക്ലി എക്സാമിന് എന്താണ് ടോപ്പിക്കുള്ളത് അത് വൃത്തിക്ക് പഠിക്കാൻ എടുക്കും. മറ്റൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യാനെടുക്കും. ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാനുള്ള ചാപ്റ്റർ 2 ആക്കും. അങ്ങനെ പോവാറ്. കാരണം മറന്ന അത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ പഠിക്കേണ്ടി വരും. ഇതിങ്ങനെ ഒന്ന് ഏകദേശം ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയാൽ ഒരു സ്മൂത്തായി പോകലുണ്ട്. ഞാൻ അന്നത്തെ ദിവസം ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ അടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചാപ്റ്റർ ഇഷ്ടമല്ല. എന്നാൽ അത് ഒരുപാട് വായിക്കാനുണ്ട്. എനിക്ക് വായിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ കുറേ ഒറ്റയടിക്കിരുന്ന് വായിക്കുമ്പോൾ മടുപ്പാണ്. അപ്പോൾ ഞാൻ ഓർഗാനിസം പോപ്പുലേഷൻ വരെ ഒരു ഭാഗം, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അങ്ങനെയാണ്. ഇനി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും ഫ്രണ്ടിൽ ആ ഫസ്റ്റത്തെ പേജസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇയറും പഠിക്കുക തന്നെ. കാരണം അതിൽ കാര്യമായിട്ട് അങ്ങനെ പഠിക്കാനുണ്ട്. ജസ്റ്റ് വായിച്ചു വിടാനുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ അത് വൃത്തിക്ക് നോക്കുക. രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആവശ്യമായതുകൊണ്ട് നമ്മൾ നീറ്റേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ ഒരു വാശി കൊടുക്കുന്ന പഠിച്ചാണ് തീരും. എനിക്കെന്തോ രാവിലെ നേരത്തെ എണീക്കുമ്പോഴാണ് കൂടുതൽ ഹവേഴ്സ് കിട്ടുന്ന പോലെ. അത് ഞാൻ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നില്ല. അപ്പോൾ മാക്സിമം രാവിലെ എണീക്കാൻ നോക്കും. ഇനി ഈവനിങ് ഒക്കെ ആയിട്ട് ഒരു ബയോ ചാപ്റ്ററും കൂടി എടുക്കും. പിന്നെ ബാക്കി സമയം മൊത്തം ഫിസിക്സും കെമിസ്ട്രി എടുക്കുക. അന്നത്തെ ദിവസം ഒരു 5:30 എണീറ്റ് 6 മണി വരെ പ്രെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ 6 വരെ റിവൈസ് ചെയ്തു. പിന്നെയാണ് ഞാൻ ഓർഗാനിക്സ് എടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ഞാൻ തലേന്ന് സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പിറ്റേ ദിവസം ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം ഷോർട്ട് നോട്ട് തുറന്നു വെച്ചിട്ടാണ് കുറച്ചോ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കാണാപ്പാടിരുന്നിട്ട് ഇക്വേഷൻസ് പഠിക്കണ്ടാവും. ഇതിങ്ങനെ ഞാൻ ഇക്വേഷൻസ് ഓരോ ക്വസ്റ്റ്യനും അപ്ലൈ ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാപ്പാടം പറയും. അതായത് ഒരു ബുക്കിൻ്റെ ഒരു റൗണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഷോർട്ട് നോട്ട് നോക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ആ ഇക്വേഷൻസൊക്കെ കാണാപ്പാടാവലുണ്ട്. അപ്പോൾ എനിക്കത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്ത വട്ടം ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇക്വേഷൻ ബുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്ത് വെക്കും. അത് തുറന്ന് വെക്കൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇക്വേഷൻ ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വിചാരിക്കുന്നു. കാരണം അത്രയും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് ലാസ്റ്റൊക്കെ. കാരണം എക്സാംസൊക്കെ തുടങ്ങിയാലാണ് അതിൻ്റെ എത്രമാത്രം യൂസ് ഉണ്ട് എന്നറിയാം. കാരണം നമ്മൾ മാക്സിമം പോയിൻ്റ് അതിൽ ഉൾക്കൊള്ളിക്കാനും നോക്കുക. അതായത് നമുക്ക് ഇക്വേഷൻസ് മാർക്ക് പോകുന്നതും പിന്നെ ഡയറക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ആഡ് ചെയ്യാൻ നോക്കുക. എൻ്റേത് ഷോർട്ട് നോട്ടാണോ ചോദിച്ചാണ്. പക്ഷെ എനിക്ക് എല്ലാതും ഇതിൽ ഉൾപ്പെടണം എന്നുള്ളൊരിതിൽ ഞാൻ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടാണ് പോകാറ്.
ഇനിയിപ്പോൾ BTS തുടങ്ങി എന്തായാലും ഒരു 2-3 വട്ടം റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് പെൻഡിങ് വരാൻ കാരണമല്ലേ, ഞാനിങ്ങനെ പോർഷൻസ്, അതായത് ഇപ്പോൾ ഈ വർക്ക് എനർജി പവറൊക്കെ ഇല്ല 4 ക്ലാസ്സൊക്കെ കണ്ടിട്ട് അങ്ങനെ നിർത്തി വെച്ചു. ഞാൻ പൊതുവേ ഒരു ചാപ്റ്റർ കണ്ടാൽ അങ്ങനെ ആ ചാപ്റ്റർ തീരുന്ന വരെ, അതായത് ഡെയിലി 2-3 ക്ലാസ് ആയിട്ട് അങ്ങനെ തീരുന്ന ഒരു റിവൈസ് ചെയ്ത് പോലെ. ഇതെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ആദ്യം മുതൽ ആ ചാപ്റ്റേഴ്സ് അത്രയും ഹവേഴ്സിൻ്റെ ക്ലാസ് പിന്നെയും കാണേണ്ടി വന്നു. കാരണം എനിക്ക് നോട്ട് പത്തുമ്പോൾ എന്താണെന്ന് കിട്ടണില്ല. കാരണം റിവൈസ് ചെയ്തിട്ടില്ല. റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കിട്ടും. ഇത് റിവൈസ് ചെയ്യാണ്ട് അങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ മറന്നു. അപ്പോൾ ഇൻഷാല്ലാ പെയിൻറ്റിങ് തീർക്കാൻ പറ്റാവുന്ന പെയിൻറ്റിങ്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി സമയം മൊത്തം ഫിസിക്സും കെമിസ്ട്രി എടുക്കുക. അതിലൊന്ന് ഞാൻ ഫ്ലൂയിഡ്സ് എടുത്ത്, ഫ്ലൂയിഡ്സ് ഇല്ല കുറേ സെഷൻ ഉണ്ട്, അതായത് സോളിഡ്സ് ഫ്ലൂയിഡ്സ് കൂടെ ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഹവേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ പെൻഡിങ് വെച്ച് ലാസ്റ്റ് ഇങ്ങനെ വെച്ചു. ഇനി എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ പെൻഡിങ് വെച്ചാൽ ആ പാഠം പിന്നെ നീറ്റ് എക്സാമിന് പഠിക്കലുണ്ടാവില്ല. കാരണം ലാസ്റ്റിക്ക് ടഫുള്ള ചാപ്റ്റർ നമ്മളുകൊണ്ട് വെക്കും, പിന്നെ ആ ചാപ്റ്റർ ഒന്നും കൂടി ടഫാവുക. അപ്പോൾ എന്തായാലും BTS തുടങ്ങുന്നതിന് മുന്നേ തീർത്താൽ BTS വൃത്തിക്ക് പഠിക്കുമ്പോൾ അതങ്ങോട്ട് പഠിക്കുമല്ലോ. ഇപ്പോഴേ ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത്, അതായത് ഇനി ടൈമില്ലല്ലോ റിവൈസ് ചെയ്യാൻ. അപ്പോൾ ഒപ്പം ക്ലാസ് കണ്ടതിനനുസരിച്ച് അങ്ങനെ പഠിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഫ്ലൂയിഡ്സ് ഒന്നാമത് ചന്ദ്രലാൽ സാർ ക്ലാസ് എനിക്ക് ഇഷ്ടമാണ്. അതായത് ക്ലാസ് കേട്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഓരോ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് സാർ ക്ലാസ് എടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് പോർഷൻ കാണും, പിന്നെ അതായത് ഒരു 3/4 മണിക്കൂർ കണ്ടിട്ട് 2-3 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ പോവാറ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോറടിക്കില്ല. അല്ലാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഇരുന്നാൽ എനിക്ക് ഇരിക്കാൻ വയ്ക്കലില്ല. സത്യം പറഞ്ഞാൽ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഇപ്പോൾ ഏകദേശം തീർന്നു കേട്ടോ. ഇപ്പം എന്തോ ഹാപ്പിയാണ്. കാരണം മറ്റേത് ഇങ്ങനെ ഈ സോളിഡ്സും ഫ്ലൂയിഡ്സും ഇരിക്കുന്നുണ്ട് നടക്കുമ്പോൾ ഫിസിക്സിൻ്റെ ഒരു പകുതികളിങ്ങനെ പെൻഡിങ് വെച്ച പോലെയായിരുന്നു. അത് തീർന്നപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടി. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെൻഡിങ് ഉണ്ട്, അത് നിങ്ങൾക്ക് ടഫായ ചാപ്റ്റർ കൂടിയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എത്ര പെയിൻറ്റിങ് ആണെങ്കിലും നമ്മൾ വേഗം തീർക്കും. ഇത് നമ്മൾ എടുത്ത് വെച്ച് ലാസ്റ്റ് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ ഫ്ലൂയിഡ്സിൽ ശരിക്കും എനിക്ക് ഇടയിൽ ടൈമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ എടുക്കാൻ വയ്യ. കാരണം 3 hours ക്ലാസ് കണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചാൽ. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ആ ചാപ്റ്റർ എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. എന്തോ ഒരു സന്തോഷമായി, ഒരു കോൺഫിഡൻസ് ഇവിടെ നിൽക്കി കൂടിയ പോലെ ഫീൽ ചെയ്ത്. ഫ്ലൂയിഡ്സ് പറഞ്ഞ ചാപ്റ്റർ അത്യാവശ്യം ടഫാണെങ്കിൽ പോലും അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിരിക്കും. അതായത് കുറേ കാർഡ് കയറിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, നല്ല പെരിഫറി നിന്നിട്ട് കുറച്ച് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ ചന്ദ്രലാൽ സാർ ക്ലാസ് എടുക്കണോണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ പഠിച്ചു പോകാൻ പറ്റില്ലുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മെയിൻലി ഫ്ലൂയിഡ്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ ക്ലാസ് കാണും. എന്നിട്ടൊരു 3-4 മിനിറ്റ്, അതായത് 5 മിനിറ്റിൻ്റെ ഉള്ളിലൊരു ബ്രേക്ക് എടുക്കും, പിന്നെ വന്നിരിക്കും. അങ്ങനെ ചെയ്യാറ്. കാരണം ഒറ്റയടിക്ക് തന്നെ ഇരിക്കുമ്പോൾ എന്തായാലും ബ്രേക്കില്ല. ആദ്യമൊക്കെ ഇങ്ങനെ വലിയ ബ്രേക്ക് എടുത്തിരുന്നത്, അതായത് രാവിലെ 1 മണിക്കൂർ, അതായത് രാവിലത്തെ സെഷൻ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ അങ്ങനെയൊക്കെ എടുത്തു. ഇപ്പോൾ എപ്പോഴാണോ അത്രയും എക്സോസ്റ്റഡ് ആവണം അപ്പോൾ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ബാക്കി സമയം മൊത്തം പഠിത്തത്തിന് യൂട്ടിലൈസ് ചെയ്യൽ. കാരണം ഇനിയിപ്പോൾ റിവിഷൻ തുടങ്ങിയാൽ എന്തായാലും അത്രയും എഫേർട്ട് എടുത്ത് പിടിക്കേണ്ടില്ല. അപ്പോൾ അതിന് മുന്നേ റൗണ്ട് തീർത്ത് അത്രയും നമുക്ക് ബെനിഫിറ്റ് കിട്ടുമല്ലോ. പിന്നെ അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്, കെമിസ്ട്രി. ജസ്റ്റ് നോട്ടൊന്ന് റിവൈസ് ചെയ്ത് BTS സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ NCERT ഒന്ന് വായിക്കാൻ വിചാരിച്ചു. ഒന്നാമത് ഈ തെർമോ ടെക്സ്റ്റ് വൃത്തികെട്ട ഭാഷയിൽ എഴുതിക്കണം, അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി എഴുതി വെച്ച പോലെ. അപ്പോൾ അതൊന്നും ഇങ്ങനെ നോട്ട് വായിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെയാണെന്നത്. കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ. ഈ വ്ളോഗ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇയർ ഇന്നൊരു വ്ളോഗ് കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ഒന്നുമല്ല. ഇത് എൻ്റെ അനിയത്തിമാർക്കൊക്കെ അവർക്കൊക്കെ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനാണല്ലോ. അപ്പോൾ ഞാനും അവരുടെ ഇടയിൽ എനിക്കും വെക്കേഷൻ ഉള്ള പോലെ ഞാനും പഠിത്തത്തിലൊക്കെ ഒന്ന് ഉഴപ്പി. അപ്പോൾ എനിക്കൊന്ന് ബാക്ക് ടു ആ പഠിത്തത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ എന്തായാലും പ്രൊഡക്റ്റീവ് ആവും വ്ളോഗ് എടുത്താൽ. അപ്പോൾ അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ചോദിച്ചൊന്ന് എഡിറ്റ് ചെയ്തിട്ടിടാം, ഇയറിലെ ലാസ്റ്റ് വ്ളോഗ് ആവുമല്ലോ വിചാരിച്ചിട്ട്. ഇപ്പോൾ എന്തോ എവിടെ നിന്നൊക്കെ ഒരു എനർജി കിട്ടലുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെതും എവിടെ നിന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അറിയില്ല എത്രത്തോളം പോകുമെന്ന് അറിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 4 മാസം കൂടി കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും. നിങ്ങളും മാക്സിമം പഠിക്കുക. നമ്മളെ ചുറ്റുള്ളവർ പലതും പറയും, പക്ഷേ മൈൻഡാക്കണ്ട. നമ്മളെ ബോഡിയിൽ പലതരം ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഫിസിക്കലി നമ്മൾ ചിലപ്പോൾ തടിക്കും, ചിലപ്പോൾ കണ്ണിൻ്റെ താഴേക്ക് നല്ല ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടാവും. മൈൻഡ് ചെയ്യണ്ട, അവരെ ചിലവൊന്നും ഇല്ലല്ലോ നമുക്ക്. നമ്മളെ കാര്യം നോക്കുക, പഠിക്കുക. പിന്നെ ഹെൽത്ത് നോക്കുക, നല്ലോണം ഹെൽത്ത് നോക്കുക. കാരണം ലാസ്റ്റ് ഇയർ ഒന്നിങ്ങനെ ഹെൽത്ത് നോക്കായിട്ടൊന്നുമല്ല, എനിക്കൊരു പണിയിട്ടുണ്ട്. അത് തലയിട്ട് വീണിട്ടാണ് ഞാൻ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് കടന്നത്. അപ്പോൾ മാക്സിമം ഹെൽത്ത് നോക്കുക. ഇപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ടാവും. ഞാനും ബ്രില്യൻ്റിലാണ്. അവിടെ അടുത്ത വീക്കോടെ തന്നെ ക്ലാസ് തീരും. പിന്നെ മൊത്തം എക്സാംസിൻ്റെ ഒരു മേളായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളും ആ എക്സാം വൈബിൽ അങ്ങോട്ട് പോകും. പിന്നെ ആരെങ്കിലും ബ്രില്യൻ്റിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേരുക. കാരണം അത്രയും അടിപൊളിയാണ് അവിടുത്തെ BTS പ്രോഗ്രാം പറയുന്നത്.
നമുക്ക് നീറ്റിൻ്റെ ഒരു വൈബ് കിട്ടുക അതിന് ജോയിൻ ചെയ്തതിന് ശേഷം. വൈബ് മീൻസ് ആ ഒരു എക്സാമിൻ്റെ ആ സ്ട്രെസ്സും ആ ടെൻഷനും നമ്മളെ റാങ്ക് താഴോട്ട് വരുമ്പോഴുള്ള ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ അത്രയും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സാമിന് തന്നെ നമ്മൾ ചേരണം. ഞാൻ ലാസ്റ്റ് ഇയർ BTS ചേർന്നതിന് ശേഷമാണ് ആ എക്സാമിൻ്റെ ഒരു പേടിയും എന്തൊക്കെയോ ഒരു ആ ഫീലിങ്സ് ഉണ്ടാവില്ല നമ്മൾ എക്സാം എടുക്കാനായി, അതൊക്കെ വന്നു തുടങ്ങിയത്. അതുവരെ എക്സാമിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഇടക്കോ തലക്കൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം ഉണ്ടാവും, അത് എഴുതുന്നല്ലാണ്ട്. ഇപ്രാവശ്യം പിന്നെ എക്സാമൊക്കെ ഉണ്ടോന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേരുക. നിങ്ങളെ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് പോലെ ആയിരിക്കും അത്, ആ എക്സാമിന് ചേരുക എന്നുള്ളത്. കാരണം വീക്ക്ലി 2 എക്സാം വരും. നമ്മൾ എന്തായാലും വൃത്തിക്ക് പഠിക്കും. കാരണം എന്തായാലും അവർ വിളിച്ചു പറയും, മാർക്ക് വരുമല്ലോ. ആ മാർക്ക് കണ്ടിട്ട് പിന്നെ റാങ്കൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും പഠിക്കണം എന്നുള്ളൊരു തോട്ട് വരും. പിന്നെ അന്ന് തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് നോക്കുമ്പോഴും നല്ല അടിപൊളി പ്രോഗ്രാമാണ്. ഞാൻ മെയിനായിട്ട് BTS കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇയർ ബ്രില്ലിൽ ചേർന്നത്. ഇനി കുറേ പേർക്ക് പെൻഡിങ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും പെൻഡിങ് തീർക്കാൻ നോക്കുക. ഒപ്പം നിങ്ങൾ പഠിച്ച ഭാഗം റിവൈസ് ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതും പിന്നെയും പെൻഡിങ് കിടക്കുന്ന പോലെ അവിടെ കിടക്കും. നമ്മൾ എത്ര ഹവേഴ്സ് എടുത്തിട്ടാണോ പഠിച്ചത് അത്രയും ഹവേഴ്സ് അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റക്കായി ഫീൽ ചെയ്തിരിക്കും. അതായത് ആ ചാപ്റ്റർ നമുക്ക് അറിയാൻ വിചാരിച്ചെടുക്കും, പക്ഷെ എടുക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പോലും, അതായത് വായിച്ചാൽ എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥ വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ബാക്കിൽ കൂടെ റിവൈസ് ചെയ്ത് വരിക. 2-3 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ പെൻഡിങ്സ് ഇനി എന്തെങ്കിലും എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിച്ചു പോകുക. അല്ലാണ്ട് വെറുതെ പെൻഡിങ്സ് തീർക്കാൻ വേണ്ടി മാത്രം ഇരുന്നാൽ പെൻഡിങ്സും തീരൂല. നമ്മൾ ടൈം ഉണ്ട് വിചാരിച്ചാൽ അതങ്ങനെ വെക്കുകയും ചെയ്യും. പിന്നെ എക്സാംസ് എഴുതലുണ്ടാവില്ല. കാരണം ഇനി നമ്മൾ അത്രയും എക്സാംസ് എഴുതുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രമാത്രം എവിടെയൊക്കെ കെയർലെസ് മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെന്ന് അറിയാം. അതായത് ബയോളജിക്ക് നമുക്ക് ഫുള്ളറിയാം, അതിൽ ഞാൻ പുലിയാണ് വിചാരിച്ചിരിക്കും. ക്വസ്റ്റ്യൻ അങ്ങ് എടുത്താൽ കാണാം നമ്മൾ തെറ്റുന്നത്. അതായത് എനിക്കൊക്കെ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസോടെ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇങ്ങനെ നമ്മൾ തെറ്റിക്കുന്ന പോയിൻറ്റ്സ് കണ്ട് നമുക്ക് തന്നെ നമ്മളോടൊരു ഇത് തോന്നും. പിന്നെ അന്നത്തെ ദിവസം ഞാൻ രാത്രി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എടുത്താൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ടാക്കി വെക്കുക വിചാരിച്ചു. കാരണം ഈ ചാപ്റ്റർ എടുക്കുമ്പോഴൊക്കെ പറയും നിങ്ങളിങ്ങനെ ഇതൊരു ചാർട്ടാക്കി വെച്ച് വെക്കുക. ഫസ്റ്റിലെ ഡിസീസ്, കോസേറ്റീവ് ഏജൻറ്റ്, സിംറ്റം അങ്ങനെ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. സത്യം പറയാലോ എനിക്കെന്തോ ഒന്നുകൂടി ഇങ്ങനെ, അതായത് വായിക്കുമ്പോൾ ഇങ്ങനെ മടുപ്പല്ലേ. കാരണം ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ എവിടേക്കോ ഒരു കത്തൽ കിട്ടി. പക്ഷേ നിങ്ങൾ ടൈം പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നീറ്റിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഇടാം, അതായത് വാട്സപ്പ് ചാനലിലേക്ക് ഇടാം. ശരിക്കും ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ എനിക്കൊരു 3/4 മണിക്കൂറൊക്കെ മതി. ഞാനിത് ചാർട്ട് എഴുതണോണ്ട് തന്നെ അത്യാവശ്യം ടൈം അതിനും പോയി. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ പൊതുവേ ഫിസിക്സ് 2 ചാപ്റ്ററോ 3 ചാപ്റ്ററൊക്കെ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ ഇന്ന് ഫ്ലൂയിഡ്സ് കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ചുകൊണ്ട് അതുമ്പോൾ തന്നെ ടൈം പോയി. പിന്നെ ഞാൻ ഹ്യൂമൻ ഹെൽത്ത് ഇത് എഴുതണോണ്ട് ഇവിടെയും കുറച്ചധികം സമയം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ പോയി. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത്ര മണി മുതൽ ഇത്ര മണിയുടെ ഉള്ളിൽ ഈ ചാപ്റ്റർ തീർക്കണം, അല്ലെങ്കിൽ ഈ പോർഷൻ തീർക്കണം. പിന്നെ അതിനനുസരിച്ചിട്ടാണ് പഠിച്ചു പോലെ. പിന്നെ ഞാൻ രാത്രി അങ്ങനെ ഹ്യൂമൻ ഹെൽത്ത് തീർത്തു. ഹ്യൂമൻ ഹെൽത്ത് തീർത്തപ്പോൾ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഗ്രൂപ്പ് 13 ഒന്ന് റിവൈസ് ചെയ്തു. കാരണം എവിടെയൊക്കെ കയറ്റാൻ പറ്റുമോ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കയറ്റാം. നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോവാണ്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റാത്ത, അതായത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായ ടേബിൾസ് ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഓർഗാനിസത്തിലെ മറ്റേ റെയിൻഫോൾ, ടെമ്പറേച്ചർ ആ ഭാഗത്തൊരു ടേബിൾ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഞാൻ പല്ല് ക്ലിപ്പ് ഇട്ടത് ടൈറ്റൻ ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എഴുതി വെച്ചു. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴത്തേന് എനിക്കത് പഠിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ എഫേർട്ട് എടുത്തിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ ഒരു പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടാകും, അതായത് ഡൗട്ട് ക്ലിയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ കുറേ കുട്ടികൾ പല ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. നമ്മൾ ആ ചാപ്റ്റർ ചിലപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ റൊട്ടേഷൻ പഠിച്ചു. അപ്പോൾ അതിന് എനിക്ക് ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ വേറൊരാൾ പഠിച്ചത് വേറെ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് അത് ഓർമ്മയില്ല, അങ്ങനെയൊക്കെ തോന്നൽ വരും. ഇതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് മാത്രം വിചാരിക്കുക. എനിക്ക് ലാസ്റ്റ് ഇയർ അങ്ങനെയായിരുന്നു. അതായത് വേറെ ഒരാൾക്കും ഡൗട്ട് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ആ ചാപ്റ്റർ പോയി നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെയൊക്കെ ഞാൻ മാക്സിമം എൻ്റെ കൊടുക്കുക, ബാക്കി പിന്നെ ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ അന്ന് ബാക്കിയുള്ള ടൈം ഞാൻ റയോപ്റ്റിക്സ് റിവൈസ് ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. പിന്നെ ഇങ്ങനെ എല്ലാവരും മാക്സിമം റിവൈസ് ചെയ്ത് തുടങ്ങുക, അതാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം എക്സാംസ് എഴുതുക. എന്തായാലും പ്രതീക്ഷ കൈവിടാണ്ടിരിക്കുക. ആരെന്തും പറഞ്ഞോട്ടെ, നമ്മളിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇൻഷാ അല്ലാഹ് അടുത്ത ഇയർ നമ്മുടെ ഇയർ ആയിരിക്കും. നല്ലൊരു മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന് പറയാൻ പറ്റട്ടെ. അപ്പോൾ മാക്സിമം കഷ്ടപ്പെടുക. അടുത്ത ഇയർ നമ്മളോട് എവിടെ നമ്മൾ പഠിക്കുന്ന വയ്ക്കുമ്പോൾ നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റണം, ഞാൻ ഈ ഒരു മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. നമ്മളെ കഷ്ടപ്പാട്ടിനൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു ദിവസം വരുവാടാ. എന്നും ഒരേപോലെ ആവില്ലല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.